ശക്തമായ മഴ തുടരുമ്പോഴും മഴക്കാലപൂർവ്വ ശുചീകരണങ്ങൾ പാളിയിരിക്കുകയാണ്. അതിൽ സംസ്ഥാനം കടുത്ത ആശങ്കയിലാണ്. കാലവർഷം നേരത്തെ എത്തിയതോടെ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമോ എന്ന ആശങ്കയിലാണ് ജനങ്ങൾ. കോളറയ്ക്ക് പുറമെ ഡെങ്കുവിനും എലിപ്പനിക്കുമെതിരെ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പുണ്ട്. ഇത്തവണ കാലവർഷം നേരത്തെ എത്താൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുണ്ടായിരുന്നിട്ടും മഴക്കാലപൂർവ്വ ശുചീകരണങ്ങൾ വൈകിയതാണ് കടുത്ത ആശങ്ക ഉണ്ടാക്കുന്നത്. മിക്കയിടങ്ങളിലും ഓടകളുടെ മണ്ണ് നീക്കലും നവീകരണവും പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. തുടർന്നുള്ള ദിവസങ്ങളിൽ മഴ കനക്കുന്നതോടെ നിർമ്മാണ പ്രവൃത്തികളും അവതാളത്തിലാകും. ഇത് ആരോഗ്യമേഖലയെ കാര്യമായി ബാധിക്കുകയും പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുവാൻ ഇടയാക്കുകയും ചെയ്യും. കോളറ, നിപ്പ ഭീതിയിലാണ് നിലവിൽ സംസ്ഥാനം. മഴ കൂടി ശക്തമാകുന്നതോടെ ഡെങ്കു, എലിപ്പനി തുടങ്ങിയ പകർച്ചവ്യാധികൾ കൂടി പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ട്. നിലവിൽ കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് ആരോഗ്യമേഖല കടന്നു പോകുന്നത്. മിക്ക പ്രാഥമിക കേന്ദ്രങ്ങളിലും ആവശ്യത്തിന് മരുന്നുകൾ പോലും ലഭിക്കുന്നില്ല എന്ന ആക്ഷേപവും നിലനിൽക്കുന്നു. ഈ സാഹചര്യത്തിൽ പകർച്ചവ്യാധികൾ കൂടി പടർന്നു പിടിച്ചാൽ അത് വലിയ തിരിച്ചടിയാകും. അതേസമയം കാലവർഷം ശക്തമായതോടെ പൊതുജനങ്ങൾക്കായി ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ച് പൊതുജനങ്ങൾ കരുതിയിരിക്കണമെന്നാണ് നിർദ്ദേശം. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലിറങ്ങുന്നവർ ഡോക്സിസൈക്ലിൻ ഗുളിക കഴിക്കണമെന്ന നിർദ്ദേശവും ആരോഗ്യവകുപ്പ് മുന്നോട്ട് വെച്ചു. ജനം, തിരുവനന്തപുരം.